പണ്ട് 2 കുട്ടികൾ കൂടി ഒരു മിഠായിക്ക് വേണ്ടിയിട്ട് തല്ലുകൂടുക. അവസാനം ഇവരൊരു മത്സരം വെച്ചു. ഏറ്റവും വലിയ കളവ് പറയണ ആൾക്ക് മിഠായി. എന്നിട്ട് 2 ആളും കൂടി കളവ് പറയാൻ തുടങ്ങി. അപ്പോഴാണ് അതിൽ കൂടി ഒരാൾ വന്നത്. അയാൾ ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ? അപ്പോൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ കളവ് പറഞ്ഞ് കളിക്കുക. നല്ല കളവ് പറയുന്ന ആൾക്ക് മിഠായി. അപ്പോൾ ഇയാൾ പറഞ്ഞു, അങ്ങനെ കളവ് പറയാൻ പാടില്ല, എന്നെ നോക്കൂ, ഞാൻ ഇതുവരെ കളവേ പറഞ്ഞിട്ടില്ല. പറയേണ്ട താമസം ആ കുട്ടികൾ മിഠായി അയാൾക്ക് കൊടുത്തു അല്ലേ. അപ്പോൾ കളവ് പറയാൻ പാടില്ല എന്ന് നമുക്കറിയാം, പക്ഷെ നമ്മളൊക്കെ കളവ് പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, ഇപ്പോൾ സപ്താഹത്തിന് വന്നപ്പോൾ മനസ്സിലായി തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇനി നാളെ മുതൽ ചെയ്യില്ല എന്ന് ആർക്കും ഉറപ്പ് പറയാൻ പറ്റുമോ? പറ്റുമെന്ന് പറഞ്ഞാൽ അതും കളവാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, തെറ്റാണ് എന്നറിഞ്ഞിട്ട് തന്നെ നമ്മൾ കുറേ തെറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ തെറ്റാണെന്ന് പറഞ്ഞാലും നമുക്ക് നാളെ ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല ചിലപ്പോൾ. അങ്ങനെ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ നരകത്തിലേക്കുള്ള ടിക്കറ്റ് RACയും വെയിറ്റിംഗ് ലിസ്റ്റൊന്നുമല്ല, കൺഫേമാണ് അല്ലേ. നമ്മളൊക്കെ നരകത്തിലേക്ക് ടിക്കറ്റ് കൺഫേമാക്കി വെച്ചിരിക്കുക. പരീക്ഷിച്ച് ചോദിക്കേണ്ടത് എന്താ അറിയോ? നിവൃത്തിമാർഗ കഥിത ആദൗ ഭഗവതായഥ. ആ ടിക്കറ്റ് ക്യാൻസലാക്കാൻ എന്താ വഴി? നരകത്തിൽ നിന്ന് നിവൃത്തി നേടാൻ എന്താ വഴി? അപ്പോൾ ശുഖബ്രഹ്മ ഋഷി പറഞ്ഞു, പാപത്തിൽ നിന്ന് നിവൃത്തി നേടിയാൽ മതി, പാപം ചെയ്യാണ്ടിരുന്നാൽ മതി, എന്നാൽ നരകത്ത് പോണ്ടി വരില്ല. അതറിഞ്ഞോ അറിയാണ്ടൊക്കെ ചെയ്തിട്ടായി ചോദിക്കുന്നത്. വേറെ വല്ല വഴിയുണ്ടോ? വേറെ വഴിയുണ്ട്. പാപം പുണ്യം എന്നീ കർമ്മങ്ങൾ ബാധിക്കാണ്ടിരിക്കാനുള്ള വഴി എന്താ? പരമമായ ജ്ഞാനം. ഞാൻ ദേഹമല്ല എന്നും ദേഹം എൻ്റേതല്ല എന്നും ദേഹിയായിരിക്കുന്ന ഞാൻ ഈ ശരീരത്തെ പ്രാരബ്ധം തീരുന്നത് വരെ കൊണ്ടു നടക്കുകയാണ് എന്നും ആരിലാണോ പരമജ്ഞാനമുള്ളത് അത്തരത്തിലുള്ള യോഗീശ്വരന്മാർ ചെയ്യുന്ന പാപങ്ങളൊന്നും ബാധിക്കില്ല അവരെ. അതുകൊണ്ടാണ് ഈ ദുർവാസാവ് ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്കൊരു കുഴപ്പമില്ല. കാരണം എന്താ? അയാളെ ഇതൊന്നും ബാധിക്കുന്നില്ല. നാരദ പഞ്ചരാത്രം എന്ന ഗ്രന്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ 108 നാമങ്ങൾ കാണാം. ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതം. അതിലെന്തൊക്കെ നല്ല നാമങ്ങളുണ്ടെന്നറിയോ? യശോദ വത്സലായ നമ, യശോദയുടെ മകൻ, ബലഭദ്രപ്രിയ അനുജ, നന്ദഗോപകുമാരക. ഇനി അതൊക്കെ പോട്ടെ. ഷോഡശ സ്ത്രീ സഹസ്രേശായ നമ, 16,000-ലധികം ഭാര്യമാരുള്ള കൃഷ്ണൻ. സത്യഭാമാരഥായ നമ, സത്യഭാമയോടൊപ്പം രമിക്കുന്ന കൃഷ്ണൻ. അതേ അഷ്ടോത്തരത്തിൽ കാണാം അനാദി ബ്രഹ്മചാരീച. ഇതൊന്നുമില്ലാതെ അനാദിയായി ബ്രഹ്മമായി ചരിക്കുന്ന, പ്രപഞ്ചത്തിൽ യാതൊന്നിനോടും ബന്ധമില്ലാത്ത പരബ്രഹ്മസ്വരൂപനായ കൃഷ്ണ നമസ്കാരം. ഇതെങ്ങനെ ശരിയാവുക? അവിടെയാണ് ഭാഗവതത്തിലും നമുക്ക് കാണാം, യസ്യേന്ദ്രിയം വിമതിതും കരണൈർനശേകു. 16,000-ലധികം ഭാര്യമാർക്കും കൃഷ്ണൻ എന്നെ ഇഷ്ടപ്പെടണോ എന്ന് തോന്നുമ്പോഴും അതിലൊന്നും വീണുപോകാതെ സാക്ഷിയായിരുന്ന കൃഷ്ണൻ. അപ്പോൾ ഈ പരമജ്ഞാനം നമുക്കുണ്ടായാലോ നമ്മൾ ചെയ്യുന്ന പാപങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. ഇത് കേട്ടപ്പോൾ പരീക്ഷിത്ത് പറഞ്ഞു, ഇത് പറഞ്ഞാൽ മനസ്സിലാവണ ആൾക്കാരെന്നെ ഇല്ല. അപ്പോഴല്ലേ ഇത് അനുഷ്ഠിക്കൽ? ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വേറെ വല്ല വഴിയുണ്ടോ? വേറൊരു വഴിയുണ്ട്. എന്താ വഴി? പ്രായശ്ചിത്തം ചെയ്താൽ മതി. ഏത് മഹാപാപത്തിനും പ്രായശ്ചിത്തമുണ്ട്. എന്ത് പാപമാണോ നമ്മൾ ചെയ്തത് ആ പാപത്തിന് കൃത്യമായിട്ടുള്ള പ്രായശ്ചിത്തങ്ങൾ ഇവിടെ വിധിച്ചിട്ടുണ്ട്. വേദത്തിൽ കർമ്മകാണ്ഡത്തിൽ പ്രായശ്ചിത്തത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഭാഗമുണ്ട്. അതിൽ പലതരത്തിലുള്ള ദാനങ്ങൾ, ഹോമങ്ങൾ, പൂജകൾ,
അല്ലേ? ചെയ്തതായ മഹാപാപങ്ങളെ മുഴുവൻ ആവാഹിച്ച് കളയുന്ന ദാനങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളതായ ദാനങ്ങളും ഹോമങ്ങളും പൂജകളും ഒക്കെ പ്രായശ്ചിത്തമായി വേദത്തിൽ കർമ്മകാണ്ഡത്തിൽ വിധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പാപം ചെയ്ത ആൾക്കാർ ആ പുസ്തകം നോക്കുക, ഏതാ പാപം നോക്കുക, അതിനെന്താ പ്രായശ്ചിത്തം എന്ന് നോക്കുക, അതങ്ങ് ചെയ്താൽ മതി. ആ പുസ്തകത്തിൽ ഒരു ഭാഗത്ത് പാപങ്ങൾ എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ നേരെ എതിര് പ്രായശ്ചിത്തം എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ പാപം ചെയ്താൽ ഏതാ പ്രായശ്ചിത്തം എന്നുള്ളത് വേഗം പുസ്തകം നോക്കി മനസ്സിലാക്കി അങ്ങ് ചെയ്താൽ അന്ന് ചെയ്ത പ്രായശ്ചിത്തം പാപം അങ്ങ് തീരും അല്ലേ? ഇനിയിപ്പോൾ കുറേ ആൾക്കാർക്ക് ഒന്നും കൂടെ അറിഞ്ഞാൽ മതി, ആ പുസ്തകം ബോംബെയിൽ എവിടെയാണ് വാങ്ങാൻ കിട്ടുക? എന്തിന്? ഒരു കോപ്പി വാങ്ങണം. എന്നിട്ട് വേണം ധൈര്യമായിട്ട് പാപം ചെയ്യാൻ അല്ലേ? ഇത്രയും കാലം ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുസ്തകം വാങ്ങിയാൽ പിന്നെ ധൈര്യമായി. എന്തേ? പ്രായശ്ചിത്തം എന്താണെന്ന് അതിൽ നോക്കിയാൽ മതിയല്ലോ. പരീക്ഷത്തും ചോദിക്കേണ്ടത് ഇതാണ്, മന്യേ കുഞ്ചരശൗചവൽ. അല്ല ഗുരുനാഥ, ഈ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ധൈര്യമായിട്ട് പാപം ചെയ്യും, ആനയെ കുളിപ്പിക്കണ പോലെ അല്ലേ? ആനയെ പാപ്പാന്മാരെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കുളിപ്പിക്കുക? മുതുകിൽ കയറി ചകിരി എടുത്ത് ഒരച്ച് അവരെ ഒരയ്ക്കേണ്ടത് കണ്ടാൽ ഇതിപ്പോൾ വെളുക്കുന്നൊക്കെ തോന്നും, അങ്ങനെ ഒരക്കും അവർ. എന്നിട്ട് ഒരച്ച് ഈ ആനയെ ഉത്സവപ്പറമ്പിലൊരു ഭാഗത്ത് കെട്ടി അവരൊന്ന് തെറ്റിയാൽ ഒരയ്ക്കണതിന് മുമ്പ് ഇത്ര ചെളിയുണ്ടായിട്ടില്ല. അവിടെയുള്ള സകല മണ്ണും മണലും എടുത്ത് ആന വീണ്ടും തലയിലിടും. ഇതുപോലെ പ്രായശ്ചിത്തം ചെയ്യുക, വീണ്ടും പാപം ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യുക, വീണ്ടും പാപം ചെയ്യുക. ഇതുകൊണ്ട് എന്താ കാര്യം? ഭിഷക്ചികിത്സേതരുജാം നിദാനവിൽ. ഒരു നല്ല വൈദ്യൻ ചികിത്സിക്കേണ്ടത് രോഗത്തിനെയല്ലല്ലോ, രോഗകാരണത്തെയല്ലേന്നാ. അപ്പോൾ രോഗകാരണം നമ്മുടെ ഉള്ളിലുള്ളിടത്തോളം രോഗത്തിനെ ചികിത്സിച്ചാൽ രോഗം തൽക്കാലം ഭേദാവും, പിന്നെ വീണ്ടും വരും. കാരണം എന്താ? കാരണം ഉള്ളിടത്തോളം. അപ്പോൾ നല്ലൊരു വൈദ്യൻ എന്ത് ചെയ്യണം? രോഗത്തിനെയല്ല, രോഗത്തിൻ്റെ കാരണത്തെ ചികിത്സിക്കണം. അപ്പോൾ പാപത്തിനുള്ള ചികിത്സയാണെന്ത്? പ്രായശ്ചിത്തം. അത് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വേണമെങ്കിൽ പാപം ചെയ്യും. കാരണം എന്താ? പാപകാരണമായിരിക്കുന്ന മനസ്സ്, ചിന്ത, ഇതാണല്ലോ ഒരാളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിനെന്താ ചികിത്സ? മനസ്സിനെ ശുദ്ധമാക്കാൻ എന്താ വഴി?